ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓരോരുത്തരുടെയും നാഡി നോക്കി ആദ്യം അവർക്ക് അൽഫിൻ്റെ നിശ്ചയം വരുത്തൂ, പിന്നെ മുന്നോട്ട് പോകൂ. അൽഫിൻ്റെ, അതായത് ബാബയുടെ നിശ്ചയമില്ലാതെ ജ്ഞാനം കൊടുക്കുന്നത് സമയം പാഴാക്കലാണ്. ചോദ്യം: ഏതൊരു മുഖ്യ പുരുഷാർത്ഥം സ്കോളർഷിപ്പ് നേടുന്നതിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു? ഉത്തരം: അന്തർമുഖതയുടെ. നിങ്ങൾ വളരെ അന്തർമുഖിയായിരിക്കണം. ബാബ മംഗളകാരിയാണ്. മംഗളത്തിനു വേണ്ടി തന്നെയാണ് നിർദ്ദേശങ്ങൾ തരുന്നത്. ആരാണോ അന്തർമുഖരും യോഗികളുമായ കുട്ടികൾ, അവർ ഒരിക്കലും ദേഹാഭിമാനത്തിൽ വന്ന് പിണങ്ങുകയോ അടികൂടുകയോ ചെയ്യുന്നില്ല. അവരുടെ പെരുമാറ്റം വളരെ റോയലും അന്തസ്സുറ്റതും ആയിരിക്കും. വളരെ കുറച്ച് സംസാരിക്കുന്നു, യജ്ഞ സേവനത്തിൽ താൽപ്പര്യം വയ്ക്കുന്നു. അവർ കൂടുതലായി ജ്ഞാനം ചിലച്ചുകൊണ്ടിരിക്കുന്നില്ല, ഓർമ്മയിലിരുന്ന് സേവനം ചെയ്യുന്നു. ഓം ശാന്തി. എക്സിബിഷൻ സർവീസിൻ്റെ സമാചാരം വരുമ്പോഴും പലപ്പോഴും കാണാൻ കഴിയുന്നത് ബാബയുടെ തിരിച്ചറിവാകുന്ന മുഖ്യ കാര്യത്തിൽ പൂർണ്ണ നിശ്ചയം വരുത്താത്തത് കാരണം ബാക്കി എന്തെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നുവോ അത് ആരുടെയെങ്കിലും ബുദ്ധിയിലിരിക്കുന്നത് പ്രയാസമാണ്. നല്ലതാണ്, കൊള്ളാം എന്ന് പറയുന്നുണ്ട്, പക്ഷേ ബാബയുടെ തിരിച്ചറിവില്ല. ആദ്യം ബാബയുടെ തിരിച്ചറിവുണ്ടാകണം. ബാബയുടെ മഹാവാക്യമാണ്, എന്നെ ഓർമ്മിക്കൂ, ഞാൻ തന്നെയാണ് പതീത പാവനൻ. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമായി മാറും. ഇതാണ് മുഖ്യ കാര്യം. ഭഗവാൻ ഒന്നാണ്. ആ ഒന്ന് തന്നെയാണ് പതീത പാവനൻ. ജ്ഞാനത്തിൻ്റെ സാഗരം, സുഖത്തിൻ്റെ സാഗരം. ആ ഒന്ന് ഉയർന്നതിലും ഉയർന്നതാണ്. ഈ നിശ്ചയം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഭക്തി മാർഗത്തിൽ ഏതെല്ലാം ശാസ്ത്രങ്ങളും വേദങ്ങളും ഗീത, ഭാഗവതം എന്നിവയുണ്ടോ എല്ലാം ഖണ്ഡിക്കപ്പെടുമായിരുന്നേനെ. ഭഗവാൻ സ്വയം പറയുന്നു, ഇത് ഞാൻ കേൾപ്പിച്ചതല്ല. എൻ്റെ ജ്ഞാനം ശാസ്ത്രങ്ങളിൽ ഇല്ല. അത് ഭക്തി മാർഗത്തിൻ്റെ ജ്ഞാനമാണ്. ഞാനാകട്ടെ ജ്ഞാനം നൽകി സദ്ഗതി ഉണ്ടാക്കി മടങ്ങിപ്പോകുന്നു. പിന്നെ ഈ ജ്ഞാനം പ്രായലോപമാകുന്നു. ജ്ഞാനത്തിൻ്റെ പ്രാപ്തി പൂർണ്ണമായും ഉണ്ടായതിനു ശേഷം പിന്നീട് ഭക്തി മാർഗം ആരംഭിക്കുന്നു. എപ്പോഴാണോ ബാബയുടെ നിശ്ചയം ഇരിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കൂ, ഭഗവാൻ വാച, ഇത് ഭക്തി മാർഗത്തിൻ്റെ ശാസ്ത്രങ്ങളാണ്. ജ്ഞാനവും ഭക്തിയും പകുതി പകുതി നടക്കുന്നു. ഭഗവാൻ എപ്പോൾ വരുന്നു അപ്പോൾ തൻ്റെ പരിചയം തരുന്നു. ഞാൻ പറയുന്നു, 5000 വർഷത്തിൻ്റെ കൽപ്പമാണ്. ഞാൻ ബ്രഹ്മമുഖത്തിലൂടെ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ മുഖ്യ കാര്യം ബുദ്ധിയിലിരുത്തേണ്ടത് ഇതാണ്: ഭഗവാൻ ആരാണ്? ഈ കാര്യം ബുദ്ധിയിലിരിക്കാത്തത് വരെയും എന്ത് മനസ്സിലാക്കിച്ചു കൊടുത്താലും യാതൊരു പ്രഭാവവും ഉണ്ടാകില്ല. മുഴുവൻ പ്രയത്നം തന്നെ ഈ കാര്യത്തിലാണ്. ബാബ വരുന്നത് തന്നെ ഖബറിൽ നിന്നും ഉണർത്തുവാനാണ്. ശാസ്ത്രങ്ങളും മറ്റും പഠിക്കുന്നതിലൂടെ ഉണരുകയില്ല. പരമാത്മാവ് ജ്യോതി സ്വരൂപമാണ്. അപ്പോൾ ആ ഒന്നിൻ്റെ കുട്ടികളും ജ്യോതി സ്വരൂപമാണ്. എന്നാൽ നിങ്ങൾ കുട്ടികളുടെ ആത്മാവ് പതീതമായിരിക്കുകയാണ്. അത് കാരണം ജ്യോതി അണഞ്ഞുപോയിരിക്കുന്നു. തമോ പ്രധാനമായി ആദ്യം ബാബയുടെ പരിചയം കൊടുക്കാത്തത് കാരണം പിന്നെ എന്തെല്ലാം പ്രയത്നിക്കുന്നുവോ, ഒപ്പീനിയനും മറ്റും എഴുതിക്കുന്നുവോ, അവ ഉപയോഗമൊന്നും ഇല്ലാത്തതായി ഇരിക്കുന്നു. അതിനാൽ സേവനം നടക്കുന്നില്ല. നിശ്ചയം ഉണ്ടായിരുന്നുവെങ്കിൽ
ബ്രഹ്മാവിലൂടെ ജ്ഞാനം തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തീർച്ചയായും മനസ്സിലാക്കിയേനെ. മനുഷ്യർ ബ്രഹ്മാവിനെ കണ്ട് എത്ര കുഴങ്ങിപ്പോകുന്നു. കാരണം ബാബയുടെ തിരിച്ചറിവില്ല. നിങ്ങൾ ഏവരും അറിയുന്നുണ്ട്, ഭക്തി മാർഗം ഇപ്പോൾ കടന്നുപോയി. കലിയുഗത്തിലാണ് ഭക്തി മാർഗം. ഇപ്പോൾ സംഗമത്തിൽ ജ്ഞാനമാർഗമാണ്. നമ്മൾ സംഗമയുഗിയാണ്. രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ലോകത്തിലേക്ക് വേണ്ടി ദേവീ ഗുണം ധാരണ ചെയ്യുന്നു. ആരാണോ സംഗമയുഗത്തിൽ അല്ലാത്തത് അവർ ദിനം പ്രതിദിനം തമോ പ്രധാനമായിക്കൊണ്ടിരിക്കുന്നു. ആ ഭാഗത്ത് തമോ പ്രധാനത വർദ്ധിച്ചു വരുന്നു. ഈ ഭാഗത്ത് നിങ്ങളുടെ സംഗമയുഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണല്ലോ. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവരും നമ്പർവാറാണ്. ബാബ ദിവസവും പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. നിശ്ചയ ബുദ്ധി വിജയന്തി. കുട്ടികൾക്ക് ചിലച്ചുകൊണ്ടിരിക്കുന്ന ശീലം വളരെയധികമുണ്ട്. ബാബയെ ഓർമ്മിക്കുന്നതേയില്ല. ഓർമ്മിക്കുന്നത് വളരെ കഠിനമാണ്. ബാബയെ ഓർമ്മിക്കുന്നത് ഉപേക്ഷിച്ച് തൻ്റെ തന്നെ കാര്യങ്ങൾ ചിലച്ചുകൊണ്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയുടെ നിശ്ചയമില്ലാതെ മറ്റു ചിത്രങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ തന്നെ പാടില്ല. നിശ്ചയമില്ലെങ്കിൽ യാതൊന്നും മനസ്സിലാക്കുകയില്ല. അൽഫിൻ്റെ നിശ്ചയമില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും പോകുന്നത് ടൈം വേസ്റ്റ് ചെയ്യലാണ്. ആരുടെയും നാഡിയെ അറിയുന്നില്ല. ഓപ്പണിംഗ് നടത്തുന്നവർക്കും ആദ്യം ബാബയുടെ പരിചയം നൽകണം. ഇതാണ് ഉയർന്നതിലും ഉയർന്ന ബാബ ജ്ഞാനത്തിൻ്റെ സാഗരം. ബാബ ഈ ജ്ഞാനം ഇപ്പോൾ തന്നെയാണ് നൽകുന്നത്. സത്യയുഗത്തിൽ ഈ ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ടായിരിക്കുന്നില്ല. പിന്നീട് ഭക്തി ആരംഭിക്കുന്നു. ബാബ പറയുന്നു, എപ്പോഴാണോ, അതായത് എൻ്റെ നിന്ദ പൂർത്തിയാകുന്നതിൻ്റെ സമയം വരുന്നത്, അപ്പോൾ ഞാൻ വരുന്നു. പകുതി കൽപ്പം അവർക്ക് നിന്ന ചെയ്യേണ്ടതുണ്ട്. ആരുടെയെല്ലാം പൂജ ചെയ്യുന്നുവോ അവരുടെ ഓക്കുപേഷൻ്റെയും അറിവില്ല. കുട്ടികളായ നിങ്ങളിരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. എന്നാൽ സ്വയം തൻ്റെ യോഗം ബാബയോടില്ല എങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ കഴിയും? ശിവ് ബാബ എന്ന് പറയുന്നുണ്ട്, പക്ഷേ യോഗത്തിൽ തീർത്തും ഇരിക്കുന്നില്ല എങ്കിൽ വികർമ്മവും വിനാശമാകുന്നില്ല, ധാരണ ഉണ്ടാകുന്നില്ല. മുഖ്യമായ കാര്യം ഒരു ബാബയെ ഓർമ്മിക്കുക എന്നതാണ്. ഏത് കുട്ടികളാണോ ജ്ഞാനി ആത്മാവിനോടൊപ്പം യോഗിയാകാത്തത് അവരിൽ ദേഹാഭിമാനത്തിൻ്റെ അംശം തീർച്ചയായും ഉണ്ടാകും. യോഗമില്ലാതെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് യാതൊരു ഉപയോഗവും ഇല്ലാത്തതാണ്. പിന്നെ ദേഹാഭിമാനത്തിൽ വന്ന് ആരെങ്കിലുമൊക്കെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികൾ നന്നായി ഭാഷണം ചെയ്യുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നു നമ്മൾ ജ്ഞാനി ആത്മാവാണ്. ബാബ പറയുന്നു, ജ്ഞാനി ആത്മാവ് തന്നെയാണ്, പക്ഷേ യോഗം കുറവാണ്. യോഗത്തിൻ്റെ മേലുള്ള പുരുഷാർത്ഥം വളരെ കുറവാണ്. ബാബ എത്ര മനസ്സിലാക്കിച്ചു തരുന്നു? ചാർട്ട് വയ്ക്കൂ. മുഖ്യമായത് യോഗത്തിൻ്റെ കാര്യമാണ്. കുട്ടികളിൽ ജ്ഞാനം മനസ്സിലാക്കിച്ചു കൊടുക്കാനുള്ള താല്പര്യമുണ്ട്, എന്നാൽ യോഗമില്ല. അപ്പോൾ യോഗമില്ലാതെ വികർമ്മം വിനാശമാകില്ല. പിന്നെ എന്ത് പദവിയായിരിക്കും നേടുക? യോഗത്തിലാകട്ടെ വളരെയധികം കുട്ടികൾ ഫെയിലാണ്. നമ്മൾ 100% എന്ന് മനസ്സിലാക്കുന്നു, പക്ഷേ ബാബ പറയുന്നു 2%. ബാബ, അതായത് ബ്രഹ്മാവ് സ്വയം പറയുന്നു, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓർമ്മയിലിരിക്കുന്നു, പിന്നെ മറന്നു പോകുന്നു. സ്നാനം ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കുന്നു. ബാബയുടെ കുട്ടിയാണ്, എന്നിട്ടും ഓർമ്മ മറന്നു പോകുന്നു. ഇദ്ദേഹം 1-ാം നമ്പറിൽ പോകുന്ന ആളാണ്. തീർച്ചയായും ജ്ഞാനവും യോഗവും കൃത്യമായും ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു.
എന്നിട്ടും ബാബ പറയുന്നു, യോഗത്തിൽ വളരെ പ്രയത്നമുണ്ട്. ട്രയൽ നടത്തി നോക്കൂ, പിന്നെ അനുഭവം കേൾപ്പിക്കൂ. തയ്യൽക്കാരൻ തുണി തയ്ക്കുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ നോക്കണം ബാബയുടെ ഓർമ്മയിലിരിക്കുന്നോ എന്ന്. വളരെ മധുരമായ പ്രിയതമനാണ്. ആ ഒന്നിനെ എത്ര ഓർമ്മിക്കുമോ അപ്പോൾ നമ്മുടെ വികർമ്മം വിനാശമാകും. നമ്മൾ സദോ പ്രധാനമായി മാറും. നമ്മൾ എത്ര സമയം ഓർമ്മിക്കുന്നുണ്ട് എന്ന് സ്വയം നോക്കണം. ബാബയോട് റിസൾട്ട് പറയണം. ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ തന്നെയാണ് മംഗളമുണ്ടാവുക. പിന്നെ അധികം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിലൂടെ മംഗളമുണ്ടാകുന്നില്ല. യാതൊന്നും മനസ്സിലാക്കുന്നില്ല. അൽഫ് ഇല്ലാതെ എങ്ങനെ കാര്യം നടക്കും? ഒരു അൽഫിൻ്റെ അറിവില്ലെങ്കിൽ ബാക്കി ബിന്ദുവായി തന്നെ അവശേഷിക്കുന്നു. അൽഫിൻ്റെ കൂടെ ബിന്ദു ഇടുന്നതിലൂടെ നേട്ടമുണ്ടാകുന്നു. യോഗമില്ലെങ്കിൽ മുഴുവൻ ദിവസവും ടൈം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. ബാബയ്ക്ക് ദയവ് തോന്നുന്നു, ഇവർ എന്ത് പദവി നേടുവാനാണ്? ഭാഗ്യത്തിലില്ലെങ്കിൽ ബാബയും എന്തു ചെയ്യും? ബാബയാകട്ടെ ഓരോ നിമിഷവും മനസ്സിലാക്കിച്ചു തരുന്നു. ദൈവിക ഗുണങ്ങൾ നല്ല രീതിയിൽ വയ്ക്കൂ, ബാബയുടെ ഓർമ്മയിലിരിക്കൂ. ഓർമ്മ വളരെ ആവശ്യമാണ്. ഓർമ്മയിലൂടെ സ്നേഹമുണ്ടാകും. അപ്പോൾ തന്നെയാണ് ശ്രീമത്തനുസരിച്ച് നടക്കുവാൻ കഴിയുന്നത്. പ്രജകളെയും ധാരാളം തയ്യാറാക്കണം. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഈ ലക്ഷ്മി നാരായണനാകുവാനാണ്. ഇതിൽ പ്രയത്നമുണ്ട്. സ്വർഗത്തിലേക്ക് പോകും, പക്ഷേ ശിക്ഷകൾ അനുഭവിച്ചായിരിക്കും. പിന്നെ വൈകി വന്ന് ഒരല്പം പദവി നേടും. ബാബയാണെങ്കിൽ എല്ലാ കുട്ടികളെയും അറിയുന്നുവല്ലോ. ഏത് കുട്ടികൾ യോഗത്തിൽ അപക്വമാണോ അവർ ദേഹ അഭിമാനത്തിൽ വന്ന് പിണങ്ങുകയും അടികൂടുകയും വഴക്കുകൂടുകയും ചെയ്തുകൊണ്ടിരിക്കും. ആരാണോ പക്വമായ യോഗികൾ അവരുടെ പെരുമാറ്റം വളരെ റോയലും അന്തസ്സുറ്റതും ആയിരിക്കും. വളരെ കുറച്ച് സംസാരിക്കും. യജ്ഞത്തിൻ്റെ സേവനത്തിലും താല്പര്യമുണ്ടായിരിക്കും. യജ്ഞ സേവനത്തിൽ എല്ലുകളും പോയിക്കൊള്ളട്ടെ. ഇങ്ങനെയുള്ള ചിലരുമുണ്ട്. എന്നാൽ ബാബ പറയുന്നു, ഓർമ്മയിൽ കൂടുതൽ ഇരിക്കൂ. അപ്പോൾ ബാബയോട് സ്നേഹമുണ്ടാകും, സന്തോഷത്തിലും ഇരിക്കും. ബാബ പറയുന്നു, ഞാൻ ഭാരതഖണ്ഡത്തിലാണ് വരുന്നത്. ഭാരതത്തെ തന്നെയാണ് വന്ന് ഉയർന്നതാക്കി മാറ്റുന്നത്. സത്യയുഗത്തിൽ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു, സദ്ഗതിയിലായിരുന്നു. പിന്നെ ദുർഗതി ഉണ്ടാക്കിയത് ആരാണ്? രാവണൻ. എപ്പോഴാണ് ആരംഭിച്ചത്? ദ്വാപരം മുതൽ. പകുതി കൽപ്പത്തേക്ക് സദ്ഗതി 1 സെക്കൻഡിൽ നേടുന്നു. 21 ജന്മത്തേക്കുള്ള സമ്പത്ത് പ്രാപ്തമാക്കുന്നു. അതിനാൽ എപ്പോഴെല്ലാം ഏതെങ്കിലും നല്ല വ്യക്തികൾ വരുന്നുവോ അപ്പോൾ ആദ്യം അവർക്ക് ബാബയുടെ പരിചയം നൽകൂ. ബാബ പറയുന്നു, കുട്ടികളെ, ഈ ജ്ഞാനത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ സദ്ഗതി ഉണ്ടാകുന്നത്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഈ ഡ്രാമ നടന്നുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ബൈ സെക്കൻഡ്. ഇത് ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കട്ടെ. എങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ സ്ഥിരമായിരിക്കും. ഇവിടെ ഇരിക്കുമ്പോഴും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, ഈ സൃഷ്ടിചക്രം പേനിനെ പോലെ എങ്ങനെയാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ സെക്കൻഡും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഡ്രാമ അനുസരിച്ച് തന്നെയാണ് മുഴുവൻ പാർട്ടും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. 1 സെക്കൻഡ് കടന്നുപോയി കഴിഞ്ഞു. റോളായിക്കൊണ്ടിരിക്കുന്നു. വളരെ പതുക്കെ തിരിയുന്നു. ഇതാണ് പരിധിയില്ലാത്ത ഡ്രാമ. വൃദ്ധരും മറ്റുമായവരുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഇരിക്കുകയില്ല. ജ്ഞാനവും ഇരിക്കുകയില്ല, യോഗവുമില്ല. എങ്കിലും കുട്ടികളാണല്ലോ. സേവനം ചെയ്യുന്നവരുടെ പദവി ഉയർന്നതാണ്. ബാക്കിയുള്ളവർക്ക് കുറഞ്ഞ പദവിയായിരിക്കും. ഇത് നന്നായി ചിന്തിക്കൂ. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു.
റെക്കോർഡ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിലും ഇതേപോലെ റെക്കോർഡ് നിറഞ്ഞിരിക്കുകയാണ്. ചെറിയ ആത്മാവിൽ ഇത്രയും മുഴുവൻ പാർട്ടും നിറഞ്ഞിരിക്കുകയാണ്. ഇതിനെ തന്നെയാണ് പ്രകൃത്യാ ഉള്ള ശക്തി എന്ന് പറയുന്നത്. യാതൊന്നും തന്നെ കാണപ്പെടുന്നില്ല. ഇത് വിവേകത്തിൻ്റെ കാര്യങ്ങളാണ്. സ്ഥൂല ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. ഇതിൽ നമ്മൾ എന്ത് സംസാരിക്കുന്നുവോ, സമയം കടന്നു പോകുന്നുവോ, വീണ്ടും 5000 വർഷത്തിനു ശേഷം റിപ്പീറ്റാകും. ഇങ്ങനെയുള്ള അറിവ് ആരുടെയും പക്കലില്ല. ആരാണോ മഹാരഥികളായിരിക്കുന്നത് അവർ ഓരോ നിമിഷവും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകി മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കും. അതിനാൽ ബാബ പറയുന്നു, ആദ്യം കെട്ടിടണം ബാബയുടെ ഓർമ്മയുടെ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ആത്മാവിന് ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണം. എത്ര സാധിക്കുമോ ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. ഈ പുരുഷാർത്ഥം ഗുപ്തമായതാണ്. ബാബ നിർദ്ദേശം നൽകുന്നു, പരിചയവും ബാബയുടേത് തന്നെ നൽകൂ. ഓർമ്മിക്കുന്നത് കുറവാണെങ്കിൽ പരിചയവും കുറവായിരിക്കും നൽകുന്നത്. ആദ്യം ബാബയുടെ പരിചയം ബുദ്ധിയിലിരിക്കട്ടെ. പറയൂ, ഇനി എഴുതൂ. തീർച്ചയായും അത് നമ്മുടെ അച്ഛനാണ്. ദേഹസഹിതം സർവ്വതും ഉപേക്ഷിച്ച് ഒരു ബാബയെ ഓർമ്മിക്കണം. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകുന്നത്. മുക്തിധാമത്തിലും ജീവൻ മുക്തിധാമത്തിലും ദുഃഖമോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല. ദിനം പ്രതിദിനം നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. പരസ്പരവും ഇതേ കാര്യങ്ങൾ സംസാരിക്കൂ. യോഗ്യരും ആകണമല്ലോ. ബ്രാഹ്മണനായ ശേഷം ബാബയുടെ ആത്മീയ സേവനം ചെയ്യുന്നില്ലെങ്കിൽ എന്തിനു കൊള്ളാം? പഠനം നല്ല രീതിയിൽ ധാരണ ചെയ്യണമല്ലോ. ബാബ അറിയുന്നുണ്ട്, ഒരക്ഷരം പോലും ധാരണയാകാത്ത വളരെ പേരുണ്ട്. യഥാർത്ഥ രീതിയിൽ ബാബയെ ഓർമ്മിക്കുന്നില്ല. രാജാവിൻ്റെയും റാണിയുടെയും പദവി നേടുന്നതിൽ പ്രയത്നമുണ്ട്. ആര് പ്രയത്നിക്കുന്നുവോ അവർ ഉയർന്ന പദവി നേടും. പ്രയത്നിക്കുമ്പോഴാണ് രാജധാനിയിലേക്ക് പോകുവാൻ സാധിക്കുന്നത്. നമ്പർ 1 ആയവർക്ക് തന്നെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഈ ലക്ഷ്മി നാരായണന്മാർ സ്കോളർഷിപ്പ് എടുത്തവരാണ്. പിന്നെ ഉള്ളത് നമ്പർ 6 വളരെ വലിയ പരീക്ഷയാണല്ലോ. സ്കോളർഷിപ്പ് നേടിയവരുടെ തന്നെയാണ് മാല ഉണ്ടായിട്ടുള്ളത്. 8 രത്നങ്ങളുണ്ടല്ലോ. 8 ഉണ്ട്, പിന്നെ 100, പിന്നെ ഉള്ളത് 16,000. അപ്പോൾ മാലയിൽ കോർക്കപ്പെടുന്നതിനു വേണ്ടി എത്ര പുരുഷാർത്ഥം ചെയ്യേണ്ടത് ആവശ്യമാണ്? അന്തർമുഖിയായി ഇരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നതിലൂടെ സ്കോളർഷിപ്പ് നേടുന്നതിൻ്റെ അധികാരിയായി മാറും. നിങ്ങൾക്ക് വളരെയധികം അന്തർമുഖിയായി ഇരിക്കേണ്ടതുണ്ട്. ബാബ മംഗളകാരിയാണ്. അപ്പോൾ മംഗളത്തിന് വേണ്ടി തന്നെയാണ് നിർദ്ദേശം നൽകുന്നത്. മംഗളം മുഴുവൻ ലോകത്തിൻ്റേതും ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ നമ്പർ 6 നിങ്ങളിവിടെ ബാബയുടെ അടുക്കൽ പഠിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങളിലും ആരാണോ പഠനത്തിൽ ശ്രദ്ധ നൽകുന്നത് അവരാണ് നല്ല സ്റ്റുഡൻസ്. ചിലരാകട്ടെ തീർത്തും ശ്രദ്ധ കൊടുക്കുന്നില്ല. ഭാഗ്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ലഭിക്കും എന്ന് വളരെ പേർ മനസ്സിലാക്കുന്നു. പഠനത്തിൻ്റെ ലക്ഷ്യം തന്നെയില്ല. അതിനാൽ കുട്ടികൾ ഓർമ്മയുടെ ചാർട്ട് വയ്ക്കണം. നമുക്ക് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ജ്ഞാനത്തെ ഇവിടെ തന്നെ ഉപേക്ഷിച്ചു പോകും. ജ്ഞാനത്തിൻ്റെ പാർട്ട് പൂർത്തിയാകുന്നു. ആത്മാവ് ഇത്ര ചെറുതാണ്, അതിൽ എത്ര പാർട്ടുണ്ട്! അത്ഭുതമല്ലേ? ഇത് മുഴുവനും അവിനാശിയായ ഡ്രാമയാണ്.
ഇങ്ങനെയെല്ലാം നിങ്ങൾ അന്തർമുഖിയായിരുന്ന് സ്വയം തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കും. എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകും. ബാബ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ആത്മാവ് ഒരിക്കലും വിനാശമാകുന്നില്ല. ഡ്രാമയിൽ ഓരോരോ മനുഷ്യൻ്റെ ഓരോരോ വസ്തുവിൻ്റെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിനെ അന്തമില്ലാത്തത് എന്നും പറയില്ല. അന്ത്യം കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ ഇത് അനാദിയാണ്. എത്ര വസ്തുക്കളുണ്ട്? ഇതിനെ പ്രകൃതിയ ഉള്ള ശക്തി എന്ന് പറയാം. ഈശ്വരൻ്റെ ശക്തി എന്ന് പറയുവാൻ സാധിക്കില്ല. ആ ഒന്ന് പറയുന്നു, എനിക്കും ഇതിൽ പാർട്ടുണ്ട്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: യോഗത്തിൽ വളരെ പ്രയത്നമുണ്ട്. ട്രയൽ നടത്തി നോക്കണം. കർമ്മത്തിൽ എത്ര സമയം ബാബയുടെ ഓർമ്മ നിലനിൽക്കുന്നു? ഓർമ്മയിലിരിക്കുന്നതിലൂടെയാണ് മംഗളമുള്ളത്. മധുരമായ പ്രിയതമനെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. ഓർമ്മയുടെ ചാർട്ട് വയ്ക്കണം. സൂക്ഷ്മ ബുദ്ധിയിലൂടെ ഈ ഡ്രാമയുടെ രഹസ്യത്തെ മനസ്സിലാക്കണം. ഇത് വളരെയധികം മംഗളകാരിയായ ഡ്രാമയാണ്. നമ്മൾ എന്തു പറയുന്നുവോ അഥവാ ചെയ്യുന്നുവോ അത് വീണ്ടും 5000 വർഷത്തിന് ശേഷം റിപ്പീറ്റാകും. ഇതിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി സന്തോഷത്തിലിരിക്കണം. വരദാനം: തൻ്റെ ശ്രേഷ്ഠ ജീവിതത്തിലൂടെ പരമാത്മാ ജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷ പ്രൂഫ് നൽകുന്ന മായാ പ്രൂഫായി ഭവിക്കട്ടെ. സ്വയം പരമാത്മാ ജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷ തെളിവായി അഥവാ പ്രൂഫായി മനസ്സിലാക്കുന്നതിലൂടെ മായാ പ്രൂഫ് ആയി മാറും. പ്രത്യക്ഷ പ്രൂഫാണ് താങ്കളുടെ ശ്രേഷ്ഠ പവിത്ര ജീവിതം. അസംഭവ്യത്തിൽ നിന്നും സംഭവ്യമാകുന്ന ഏറ്റവും വലിയ കാര്യമാണ് പ്രവൃത്തിയിൽ ഇരിക്കവേ പരവൃത്തിയിൽ ഇരിക്കുക. ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ സംബന്ധങ്ങളിൽ നിന്നും ഉപരി അഥവാ വേറിട്ടിരിക്കുക. പഴയ ശരീരത്തിലെ കണ്ണുകളിലൂടെ പഴയ ലോകത്തിലെ വസ്തുക്കളെ കണ്ടുകൊണ്ടും കാണാതിരിക്കുക. എന്നാൽ അർത്ഥം സമ്പൂർണ്ണ പവിത്ര ജീവിതം നയിക്കുക. ഇതുതന്നെയാണ് പരമാത്മാവിനെ പ്രത്യക്ഷമാക്കുന്നതിൻ്റെയും മായാ പ്രൂഫ് ആകുന്നതിൻ്റെയും സഹജ ഉപാധി. സ്ലോഗൻ: അറ്റൻഷനാകുന്ന കാവൽക്കാരൻ ശരിയാണെങ്കിൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഖജനാവ് നഷ്ടപ്പെടുകയില്ല. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. ബാബയെ കമ്പാനിയൻ ആക്കി മാറ്റി. ഇപ്പോൾ ആ ഒന്നിനെ കമ്പൈൻഡ് രൂപത്തിൽ അനുഭവിക്കൂ. ഈ അനുഭവത്തെ വീണ്ടും വീണ്ടും സ്മൃതിയിൽ കൊണ്ടുവന്ന് സ്മൃതി സ്വരൂപം ആകൂ. വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യൂ, കമ്പൈൻഡ് ആണോ? മാറ്റി നിർത്തിയില്ലല്ലോ. എത്രത്തോളം കമ്പൈൻഡ് രൂപത്തിൻ്റെ അനുഭവം വർദ്ധിപ്പിക്കുമോ അത്രയും ബ്രാഹ്മണ ജീവിതം വളരെ പ്രിയപ്പെട്ടതും മനോരഞ്ജകവുമായി അനുഭവപ്പെടും. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവ
ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.